പശ്ചിമേഷ്യയിൽ താൽക്കാലിക ആശ്വാസം. രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ അംഗീകരിച്ച് ഇറാനും അമേരിക്കയും. പാകിസ്ഥാനിലെ US ഇറാൻ ചർച്ചകൾക്ക് മുൻപ് ഹോർമുസ് തുറന്നേക്കുമെന്ന് റിപ്പോർട്ട്. വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം പുനഃസ്ഥാപിക്കുമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇറാൻ യാചിച്ചതിന് പിന്നാലെയാണ് വെടിനിർത്തിയത് എന്ന് പെന്റഗൺ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറഞ്ഞു. ഇസ്രയേലും ഇറാനിലേക്കുള്ള ആക്രമണം നിർത്തി. ഇതിനിടെ ഇറാന് ആയുധ സഹായം നൽകുന്ന രാജ്യങ്ങൾക്കുമേൽ 50% തീരുവ ചുമത്തുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അനുപമ ശ്രീദേവിയാണ് ചേരുന്നത്. അനുപമ, വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടുകൂടി വലിയ തരത്തിലുള്ള ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനിടയിലാണ് ഹോർമുസ് തുറന്നേക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നത്. ഇന്ത്യക്കാരെയൊക്കെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിലെന്താണ് കൂടുതൽ വിവരങ്ങൾ? സ്വാതി പറയുന്നത് പോലെ ഈ ഇറാനെ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കുമെന്ന ട്രംപിന്റെ ഒരു അന്ത്യശാസനത്തിന്റെ അവസാന മണിക്കൂറുകളിലാണ് ഈ താൽക്കാലികം എന്ന് പറയാവുന്ന ഒരു 2 ആഴ്ച കാലത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നത്. അതിലേക്കുള്ള ചർച്ചകളിലേക്ക് നീങ്ങുന്നത്. അടുത്ത വെള്ളിയാഴ്ചയാണ് പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിൽ വെച്ചിട്ട് US ഇറാൻ കക്ഷികൾ നേരിട്ടുള്ള ആദ്യമായിട്ട് ഈ ഒരു 40 ദിവസത്തെ സംഘർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഈ 2 കക്ഷികളും ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ചർച്ചകളിലേക്ക് നീങ്ങുന്ന ഒരു ചർച്ച നടക്കാനിരിക്കുന്നത്. ആ ചർച്ചകളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഈ ഹോർമൂസ് കടലെടുക്ക് തുറക്കുക എന്നുള്ളൊരു നിർണായകമായിട്ടുള്ള വ്യവസ്ഥയിൽ പരിഹാരം കാണാൻ ഉദ്ദേശിക്കുന്നു ഇറാൻ എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു വെള്ളിയാഴ്ചയാണ് ഈ ചർച്ച നടക്കാനിരിക്കുന്നത്. അതിന് മുൻപ് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയിട്ട് ഈ ഹോർമൂസ് കടലെടുക്ക് തുറക്കാനുള്ള നീക്കങ്ങളിലേക്കാണ്, ചർച്ചകളിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. അങ്ങനെയൊരു കടലെടുക്ക് തുറന്നുകൊണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള ചരക്ക് നീക്കം പുനഃസ്ഥാപിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് അല്ലെങ്കിൽ ചർച്ചകളിലേക്ക് കടക്കുന്നതായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ നല്ലതെന്ന ഒരു തീരുമാനത്തിലാണ് ഇറാൻ ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇസ്ലാമാബാദിലെ ചർച്ചകൾ എന്ന് പറയുന്നത് ഈ സംഘർഷം ഇപ്പോൾ ഈ പറയുന്ന ഈ 2 ആഴ്ച കാലത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമോ ഇല്ലത് എന്നുള്ളത് നിർണ്ണയിക്കുന്ന തന്നെ നിർണായകമായിട്ടുള്ള ചർച്ചകളാണ്. ഇപ്പോൾ ഈ പെന്റഗണിന്റെ ഏറ്റവും പുതിയ വാർത്താ സമ്മേളനത്തിലടക്കം ചീഫ് ഓഫ് സ്റ്റാഫ് ആയിട്ടുള്ള ഡെയ്ൻ കെയ്ൻ പറയുന്നത് ഈ ഒരു താൽക്കാലികമായിട്ട് ൊരു വെടിനിർത്തൽ മാത്രമാണിതെന്നും എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സംഘർഷം അല്ലെങ്കിൽ സൈനിക നടപടി തുടരാനുള്ള സജ്ജീകരണത്തിലും സന്നദ്ധതയിലുമാണ് സൈന്യം ഇപ്പോഴും ഉള്ളതെന്നുള്ളതാണ്. മറുവശത്ത് പീറ്റ് ഹെക്സത്ത്, യുദ്ധകാര്യ വകുപ്പ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സത്ത് പറയുന്നത് ഈ ഒരു വെടിനിർത്തൽ ഇറാന്റെ യാചന പ്രകാരമാണ് ഉണ്ടായതെന്ന് ആണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇറാനെ ഇല്ലാതാക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ദയ കാണിക്കാനുള്ള ഒരു നിലപാടിലേക്ക് എത്തിയെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ സൈനിക ശേഷിയെ മുഴുവൻ അമേരിക്കയുടെ 10% മാത്രം ശക്തി ഉപയോഗിച്ച് ഇറാന്റെ സൈനിക ശേഷി ഒന്നാകെ നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചെന്നു. ഇതൊരു അമേരിക്കയെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര വിജയമാണ് ണെന്നുമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഈ ആക്രമണങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇറാൻ അമേരിക്കയും അംഗീകരിച്ച ഈ ഒരു വെടിനിർത്തൽ 2 ആഴ്ച കാലത്തെ വെടിനിർത്തലിന് ഇസ്രയേലും ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇനി ഇറാനിലേക്ക് ആക്രമണം ഉണ്ടാകില്ല ഈ 2 ആഴ്ച കാലം എന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. അതേസമയം ലെബനനിൽ ആക്രമണം തുടരാനാണ് ഇസ്രയേലിന്റെ തീരുമാനം. ലെബനൻ മറുവശത്ത് ഈ വെടിനിർത്തൽ അംഗീകരിക്കുന്നുവെന്നും ഇസ്രയേലിലേക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കുന്നുവെന്നും അറിയിച്ചിട്ടുണ്ട്. ഹെസ്ബുള്ളയാണ് ഈ ഒരു വെടിനിർത്തൽ അംഗീകരിച്ചതായിട്ട് പ്രതികരിച്ചിരിക്കുന്നത്. ലെബനനിൽ നിന്ന് പ്രധാനമായിട്ടും ആക്രമണം നടത്തുന്ന ഇറാന്റെ പ്രധാന സഖ്യകക്ഷി എന്ന് പറയുന്നത് ഹെസ്ബുള്ളയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ ലെബനനിലേക്ക് 1500 മുകളിലേക്ക് മരണസംഖ്യ കടക്കുമ്പോഴും ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ല ഇസ്രയേൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗൾഫ് മേഖലയിലേക്കുള്ള ഇറാന്റെ ആക്രമണങ്ങൾക്കും ഇതുവരെ അറുതിയുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ സംഘർഷങ്ങളുടെ മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ ഈ വെടിനിർത്തലിന്റെ 2 ആഴ്ച കാലയളവിൽ എങ്ങനെയായിരിക്കും വെടിനിർത്തൽ നിലനിൽക്കുക എന്നുള്ളതിനൊരു വലിയ ചോദ്യമാണ് ഈ ഗൾഫ് മേഖലയിലേക്ക് ഉൾപ്പെടെയുള്ള ഇറാന്റെ തുടരുന്ന ആക്രമണങ്ങൾ എന്ന് പറയണം. അതുപോലെ തന്നെ ഈ അമേരിക്കൻ പ്രസിഡന്റ് പുതിയതായിട്ടൊരു തീരുവ ഭീഷണി കൂടി